കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ ഡിക്കെ. രണ്ടാളും നേരത്തെ എത്തിയോ? അമ്മയുടെ ബർത്ത്ഡേക്ക് സമയത്തിന് എത്തിയില്ലെങ്കിൽ അത് മതി അമ്മയ്ക്ക് പിണങ്ങാൻ. തന്നെ ഡ്രസ്സ് കലക്കി കേട്ടോ. കൊള്ളാവോ? അതല്ലേ കലക്കി എന്ന് പറഞ്ഞത്. ജ്യോതി ബർത്ത്ഡേക്ക് വരില്ലേ? കണ്ടില്ലേ ഇയാളുടെ മൂഡ് മാറിയത്? എടോ, ജ്യോതി വരുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വന്നാൽ താൻ വെറുതെ വഴക്കണൊന്നും പോരുത്. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരുന്നെങ്കിൽ തീരട്ടെ. സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ജ്യോതി വന്നാ ഞങ്ങൾ സംസാരിച്ചോളാം. ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങൾ വാ, നമുക്ക് താഴേക്കല്ല. ശ്രീധ, ബർത്ത്ഡേ കേക്ക് ഇതുവരെ എത്തിയില്ലല്ലോ. സാധാരണ അവര് സമയത്തിന് എത്തിക്കുന്നവരാ. ഇതിപ്പോ ഇത്ര ലേറ്റ് ആയല്ലോ. ബാലു, ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. ഇയാൾ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? ഹലോ, ഇത് അമരാവതി എന്നാ. കേക്ക് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. കേക്കിന്റെ ടീം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടല്ലോ സാർ. എന്നിട്ട് എവിടെ? പാർട്ടി തുടങ്ങാൻ സമയമായി. 5 മിനിറ്റിനുള്ളിൽ അവരവിടെ എത്തും സാർ. ശരി ശരി സാർ. അയാളെന്താ പറഞ്ഞത്? കേക്കുമായിട്ട് ആളെടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട, അവരിപ്പിങ്ങെത്തും. നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡ് എന്തായി നോക്കാം. വാ മായേ, നിങ്ങൾ ഇന്ന് അമ്മ ഒരുങ്ങാൻ നോക്ക്. എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം നന്നായി പോകുന്നു സാർ. നോടെ എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമില്ല. എന്താ കാണിക്കുന്നു? ഇത് ടേസ്റ്റ് ചെയ്യല്ലോ. അല്ല, നിനക്കെങ്ങനെ മനസ്സിലായി? മണ്ടത്തരം പറയല്ലേ ബാലു. എടോ, ഇത് മണ്ടത്തരമൊന്നും അല്ല. എനിക്ക് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റും. പിന്നെ കഴിച്ചു നോക്കി അറിയാത്തവനാ ഇനി മണത്ത് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഷോ കാണിക്കാതെ വാടാ. ഇല്ല എടാ, ഞാൻ പറഞ്ഞത് കറക്റ്റാ. ഈ ഡിഷ് കൊള്ളില്ല. DK വരുന്നതിന് മുമ്പേ വേഗം ഇതങ്ങ് മാറ്റിക്കോ. എന്നിട്ട് വേഗം വേറെ ഡിഷ് ഉണ്ടാക്കാൻ നോക്ക്. ഇതിനൊരു കുഴപ്പമില്ല സാർ, ഞങ്ങള് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. നോ, ഇതിന്റെ മിക്സ് ശരിയല്ല. മസാലയുടെ ടേസ്റ്റേ വളരെ കുറഞ്ഞു പോയി. എടോ, ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല. സാറിന് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവാത്തോണ്ടാ. ഇതിനൊരു കുഴപ്പമില്ല സാർ. ഷട്ട് അപ്പ്. എന്നോട് തർക്കിക്കുന്നു. ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കൊള്ളില്ല. എന്താ ഇവിടെ? എന്തിനാ ബേളം വെക്കുന്നത്? ബാലു സാറ് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഫുഡ് കൊള്ളത്തില്ലെന്ന് സാർ പറയുന്നത്. ഞങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് സാർ കൊണ്ടുവന്നത്. DK, ഇത് കൊള്ളില്ല, ഒന്ന് നോക്കിയേ. വെയിറ്റ്, ഞാൻ നോക്കാം. ഗുഡ്, താങ്ക് യു സാർ. ഇതിനൊരു കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞേ? കഴിച്ചു നോക്ക്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നേരത്തെ ഞാൻ നോക്കിയപ്പം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അറിയാത്ത പണി ചെയ്യരുത്. ഇത്രയും ടേസ്റ്റിയായ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞതിനാ. മേലിൽ ഇതുപോലെ ഷോ കാണിക്കരുത്. ഷെഫിനെ ഇൻസൾട്ട് ചെയ്തതിന് സോറി പറയും. സോറി. ബാലു, എന്താ DK? തമാശ കാണിക്കാം, പക്ഷേ അത് ആരെയും വേദനിപ്പിക്കുന്നാവരുത്. ഇപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഒന്ന് പോടാ നീക്കെ.
വല്ലയിടത്തും പോയി കിടന്നിട്ട് ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഇവളുമാരെ രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. വടി. ഇതാണോ നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി? ഫംഗ്ഷൻ തുടങ്ങാൻ ഇത്രയും വൈകിയത് നിങ്ങൾ കാരണമാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നേരത്തെ പറയണം. ഞങ്ങൾ ഈ ഓർഡർ മറ്റാർക്കെങ്കിലും കൊടുത്തേനല്ലോ. എവിടെ ബർത്ത്ഡേ കേക്ക്? എവിടെ? സോറി മാഡം, കേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. വെരി സോറി. എന്നിട്ട് കേക്ക് എവിടെ? കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്ക് മാഡം. മഹേച്ചി, ഇവളോ? ഇവളുണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെയും കൊണ്ട് എന്തിനാ വരുന്നേ? ഈ ബേക്കറിക്കാരി ഇത് എന്തിനുള്ള പുറപ്പാടാ? ഹലോ ഹലോ ഹലോ, ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ഈ കേക്ക് എവിടെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും പിള്ളേരെ. ഈ കേക്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലം എവിടെയാന്ന് പറഞ്ഞാ? ഇവൾ ഇവിടെ കേക്ക് സെറ്റ് ചെയ്യണ്ട. ഹലോ, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വന്നതേ നിങ്ങളുടെ പിറന്നാളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ ഒരു കേക്കുകാരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇവരുടെ സ്റ്റാഫാ. ഇന്നത്തെ ഫംഗ്ഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തേലും പണിയൊപ്പിക്കാനുള്ള പുറപ്പാടാണോ? കൂടെ വരാൻ പറഞ്ഞിട്ട് അവൾ വന്നതുമില്ല. എന്തോ ഇവള് മനസ്സിൽ കണ്ടിട്ടുണ്ട്. സുധേട്ടാ, ഇവളെന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാ. നോക്കി നിൽക്കാതെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരൂ. അകത്തോട്ട് വെക്ക്. ആ, ഇവിടെ കേക്ക് സെറ്റ് ചെയ്തേക്ക്. ഇങ്ങോട്ട് വെച്ചോളൂ. തൽക്കാലം ഇവിടെ സെറ്റ് ചെയ്തോളൂ. സമയമാകുമ്പോഴത്തേക്ക് അങ്ങോട്ട്. ഓക്കെ മാഡം. മിസ്റ്റർ, ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്വത്തോടെ തന്നെ ചെയ്യണം. എന്തു പറ്റി സാർ? കേക്ക് എത്തിയില്ലേ? കേക്കൊക്കെ എത്തി. പക്ഷെ അത് കൊടുത്തു വിടുന്നത് കുറച്ച് മര്യാദയും ഉത്തരവാദിത്വമുള്ളവരുടെ കയ്യിൽ വേണം. നിങ്ങൾ അയക്കുന്ന സ്റ്റാഫിനോട് കസ്റ്റമർ റിലേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ നടക്കുന്നവരെ സർവീസിന് അയക്കരുത്. മനസ്സിലായോ? മനസ്സിലായി സാർ, അങ്ങനെ ചെയ്യാം. ശരി സാർ, ഓക്കെ. ആഹാ,
എങ്ങനെയുണ്ട് മക്കളെ? ഈ അമരാവതിയുടെ മുഴുവൻ ഐശ്വര്യവും ഇങ്ങനെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. കല്യാണം കഴിച്ചു വരുന്ന ഏതൊരു പെണ്ണിനും ഭർത്താവിന്റെ വീട്ടിലെ അമ്മയും അമ്മുമ്മയും ഒക്കെ പോരുകാരാ. പക്ഷെ ഞങ്ങൾക്ക് അമ്മ എന്ന സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ തണലിൽ അമ്മ ഞങ്ങളെ നയിച്ചു. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുറുമ്പുകളും വാശികളും ദേഷ്യവും എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. അമ്മ തന്ന സ്നേഹത്തിന് പകരം തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്ത് തന്നാലും മതിയാവുകയില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു. അമ്മയുടെ സ്നേഹം എന്നും ഞങ്ങൾക്ക് വേണം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു, താങ്ക് യു. ഒരു കുടുംബത്തിൽ സ്ത്രീ എന്തായിരിക്കണമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. മരുമക്കളായി ഞങ്ങളെ മക്കളായി കരുതി തന്നെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഈശ്വരൻ തന്ന പുണ്യമാണ് ഈ അമ്മ. അതെ, അമ്മയുടെ ബർത്ത്ഡേക്കാൾ വലിയ ഒരു ആഘോഷവും ഈ വീട്ടിലുമില്ല, ഞങ്ങൾക്കുമില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു. എന്നാ പിന്നെ മക്കളെ നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ. സൂപ്പർ. എന്റെ ബർത്ത്ഡേ ഇത്രയും ഹാപ്പി ആക്കിയതിന് ഞാൻ നിങ്ങൾക്കാ താങ്ക്സ് വരുന്നത് കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ ഈ ഹൗസ് ചെയ്തു വെച്ചിരിക്കുന്നത്? അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അമ്മയുടെ മോൻ തന്നെയാ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് പറയണ്ട ഡിക്കോടാണോ? എന്നാ പിന്നെ ബർത്ത്ഡേ ബേബി വന്നാട്ടെ, ആഘോഷം തുടങ്ങാൻ സമയമായി. Come on, baby. ഇംഗ്ലീഷ് ഓൺലി ഫോർ മീ. ഈ അമരാവതിയിൽ ഇംഗ്ലീഷ് പറയാനുള്ള അവകാശം എനിക്ക് മാത്രമായിരിക്കും. Come on, baby. Come on. ഹാപ്പി ബർത്ത്ഡേ അമ്മ. Oh, thank you. ഹാപ്പി ബർത്ത്ഡേ അമ്മ. Oh, thank you so much. Thank you. എന്നാ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ അമ്മേ. ഒന്നുകൊണ്ട് മാറിന്ന്. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. താങ്ക് യു മൈ സൺ. നമുക്കിനി കേക്കിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. വാ. അമ്മേ. എടാ കണ്ട, ഒന്ന് ചേർന്ന് നിക്ക്, ഒന്ന് തിരിഞ്ഞു നിക്ക്, എന്നാലേ എനിക്ക് സെൽഫി കിട്ടുള്ളൂ. കുറച്ചുകൂടെ ഇങ്ങനെ ചേർന്ന് നിക്ക്.
ആ അമ്മേ ഇരിക്കും. അമ്മയ്ക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ? എവിടുന്നേ കേക്ക് വാങ്ങിയേ? നമ്മള് സ്ഥിരം വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാ. ഓ, പക്ഷേ ആ ബേക്കറിക്കാര് കേക്ക് കൊടുത്തുവിട്ട ജോലിക്കാര് അത്ര ശരിയല്ല എന്ന് മാത്രം. സമയത്തിന് കേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം പോലും ആ ജോലിക്കാർക്കില്ല. ഒരുപാട് ലേറ്റായിട്ടാ കേക്ക് എത്തിയത്. അല്ലെങ്കിലും ചിലർ എത്ര കേക്ക് സെറ്റ് ചെയ്താലും അത് നന്നാവില്ല. അതിന് മനസ്സോടെ നന്നാവണം. അല്ല, കേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാറി നിക്ക്. അങ്ങ് തന്നെ. എക്സ്ക്യൂസ് മീ. അമ്മ, ഈ കേക്ക് ഞങ്ങളുടെ ബേക്കറിയിലെ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ബർത്ത്ഡേ കേക്കാ. ഈ കേക്ക് ഓർഡർ ചെയ്യുന്ന ബർത്ത്ഡേക്കാർക്ക് ഞങ്ങളിതേ ഒരു പ്രത്യേക ഗിഫ്റ്റ് സമ്മാനം കൊടുക്കാറുണ്ട്. നോ, എനിക്ക് എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ സമ്മാനം തന്നു. എനിക്കത് മതി. എനിക്ക് നിങ്ങളുടെ ഷോപ്പിന് ഗിഫ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. പത്മാവതി അമ്മേ, ചിലപ്പോ ഇതിനകത്ത് വല്ല ബോംബോലാണെങ്കിലോ? അല്ലെ, ചിലരങ്ങനൊക്കെ ചെയ്യാറുണ്ട്. ആ ഗിഫ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി പത്മാവതിയമ്മേ. രണ്ടുപേരും കൂടി ചേർന്ന് എനിക്കിട്ട് പാരപണിയല്ലേ? രണ്ടിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. നമുക്ക് ഈ ലോക്കൽ ഗിഫ്റ്റ് ഒന്നും വേണ്ടമ്മേ. ചിലരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയാലും ശരിയാവില്ല. അതെ, നിങ്ങളുടെ ഗിഫ്റ്റ് അമ്മയ്ക്ക് വേണ്ട എന്നാ പറയുന്നത്. മരുമക്കളെ, എനിക്കിട്ട് പണിയോ അല്ലേ? തിരിച്ചുള്ള പണി ഞാൻ തരുന്നുണ്ട്. സമയം വരട്ടെ. അതെ, ഞങ്ങളുടെ കമ്പനി കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഗിഫ്റ്റാണ് നൽകുന്നത്. ഇത് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി നൽകുന്ന പ്രത്യേക ഗിഫ്റ്റാ. എടി ബേക്കറിക്കാരി, അങ്ങനെ നീ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണ്ട. അതെ, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. പുറത്തുനിന്നുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റും വാങ്ങരുതെന്ന അമ്മയുടെ തീരുമാനം. എടാ മോനെ, ഞാനതെപ്പ പറഞ്ഞടാ? ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞത്? പറഞ്ഞു അമ്മ ചിലപ്പം മറന്നുപോയതായിരിക്കും. എന്നാലും ഞാനത് മറന്നുപോയി. പാവം, ബേക്കറിക്കാരുടെ അന്നും പറഞ്ഞ് എനിക്ക് സമ്മാനം കൊണ്ട് വന്നിരിക്കുക. ഇനി അവളെ സങ്കടപ്പെടുത്താൻ ശരിയല്ല. ആ ബേട്ടി, ആ ബേക്കറിയിലെ ആരാന്നാ പറഞ്ഞത്? അമ്മേ, വെറും ബേക്കറിക്കാരി അല്ലാന്താ? അല്ല, ഞാൻ ഇവിടുത്തെ സർവീസ് മാനേജറാ. ഇന്ന് രാവിലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. മൈസൻ, ആ ബേക്കറിക്കാരി എനിക്ക് വേണ്ടി സ്നേഹത്തോടെ കൊടുത്തയച്ചതല്ലേ? അത് മാത്രമല്ല, ഇന്നത്തെ ദിവസേ നോ പറയാൻ പാടില്ല. അത് ബേക്കറിക്കാർക്ക് ചിലപ്പോ വിഷമാവും. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് വാങ്ങിക്കാൻ പോവാ. ഇങ്ങനെ തന്നേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു.